ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് കേട്ടോ. ശരിക്കും പറയുകയാണെങ്കിൽ എൻ്റെ റീസെൻ്റ് ആയിട്ടുള്ള ഹെയർ കെയർ ഹാക്കാണ് ഞാൻ ഇന്ന് നിങ്ങളെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നത്. അതായത് എക്സാക്ട്ലി പറയുകയാണെങ്കിൽ എൻ്റെ ഹെയറിന് കുറേ അധികം പ്രോബ്ലംസ് ഉണ്ടായിരുന്നു കേട്ടോ. അതെങ്ങനെയൊക്കെയാണ് ക്യൂർ ചെയ്തിട്ടുള്ളതെന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എക്സാക്ട്ലി പറയുകയാണെങ്കിൽ ശരിക്കും എന്താ പറയുക, ഐ വാസ് സ്ട്രഗ്ലിങ് വിത്ത്, അതായത് നമ്മുടെ ഹെയർ ഫോളും കാര്യങ്ങളൊക്കെ ആയിട്ട് കുറേ അധികം സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ എന്താ പറയുക, ഭയങ്കര ഡള്ളായിട്ടിരിക്കുക. ആൻഡ് നെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ നത്തിങ് സീം ടു വർക്ക് അണ്ടിൽ ഐ ഫൗണ്ട് ദിസ് ഹെയർ ഓയിൽ. അതായത് ഈ ഒരു ഹെയർ ഓയിൽ ഞാൻ ഫൗണ്ട് ചെയ്യുന്നതിന് മുന്നേ വരെ പലതും പരീക്ഷിച്ചിട്ട് എൻ്റെ ഹെയറിന് പ്രോപ്പറായിട്ടുള്ള ഒരു എന്താ പറയുക സൊല്യൂഷൻ എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഏതാണ് ആ ഒരു ഹെയർ ഓയിൽ എന്ന് നോക്കുകയാണെങ്കിൽ സറൂഗിൻ്റെ ഹെയർ ഓയിലാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ബ്രാൻഡ് നെയിം നിങ്ങൾ മറക്കണ്ട, സറൂഗ് എന്നാണ്. അതോടൊപ്പം തന്നെ ഏറ്റവും എനിക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യം ഈ ഒരു ബ്രാൻഡിനെ കുറിച്ചിട്ട്, അതായത് നമ്മൾ ഒരു പ്രൊഡക്റ്റ് വാങ്ങിച്ച് യൂസ് ചെയ്യുമ്പോൾ നമുക്ക് ആദ്യം തന്നെ നമുക്ക് ഹോണസ്റ്റ്ലി പറയുകയാണെങ്കിൽ ആ ഒരു പ്രൊഡക്റ്റിൻ്റെ ജെനുവിനിറ്റി അത് നമ്മൾ മോസ്റ്റായിട്ട് ചെക്ക് ചെയ്യുന്ന ഒരു കാര്യമല്ലേ. അങ്ങനെ ചെക്ക് ചെയ്തപ്പോൾ എനിക്ക് കിട്ടിയ ഒരു കാര്യമാണ്, അതായത് ഇവർ 100% മണി ബാക്ക് ഗ്യാരണ്ടി നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരു പ്രൊഡക്റ്റ് നമുക്ക് 100% മണി ബാക്ക് ഗ്യാരണ്ടി പ്രൊവൈഡ് ചെയ്യുക എന്ന് പറയുമ്പോൾ തന്നെ ആ ഒരു പ്രൊഡക്റ്റിൻ്റെ ക്വാളിറ്റി ആൻഡ് ബെനഫിറ്റ് എന്ന് പറയുന്നത് ജസ്റ്റ് ഒരു വേർഡ്സിൽ മാത്രം അവർ പറയുന്നതല്ല, 100% എന്താ പറയുക വിശ്വസിക്കാം എന്നുള്ള ആ ഒരു ട്രസ്റ്റ് കൂടിയാണ് അവർ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ എക്സാക്ട്ലി നമുക്കൊരു ഈ ഒരു പ്രൊഡക്റ്റ് വാങ്ങിച്ചപ്പം എനിക്ക് ഹോണസ്റ്റ്ലി പറയുകയാണെങ്കിൽ ഏറ്റവും എന്നെ അട്രാക്റ്റ് ചെയ്തത് ഇവർ 100% മണി ബാക്ക് ഗ്യാരണ്ടി തരുമ്പോൾ തന്നെ ഈ ഒരു പ്രൊഡക്റ്റ് ജെനുവിൻ ആണെന്നുള്ള ഫസ്റ്റ് സ്റ്റെപ്പ് നമ്മുടെ മനസ്സിൽ ഓർമ്മ വരും. അതാണ് എനിക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് എടുത്തു പറയേണ്ട ഒരു കാര്യം. ഈ ഒരു നാച്ചുറൽ ഹെയർ ഓയിൽ ഉണ്ടാക്കപ്പെട്ടിട്ടുള്ളത്, അതായത് കെമിക്കൽസ് ഒന്നും തന്നെ ഇൻക്ലൂഡ് ചെയ്യാണ്ട് നാച്ചുറൽ ആയിട്ടുള്ള ഹെർബ്സ് യൂസ് ചെയ്തിട്ടാണ്. ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ഇവർ നമുക്ക് മണി ബാക്ക് ഗ്യാരണ്ടി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഇനിയിപ്പോൾ നമുക്ക് ഈ ഒരു പ്രൊഡക്റ്റ് യൂസ് ചെയ്തിട്ട് റിസൾട്ട് നമുക്ക് അത്രമാത്രം ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നമുക്ക് എന്താ പറയുക, നമ്മൾ കൊടുത്ത ക്യാഷ് നമ്മുടെ കയ്യിലോട്ട് തിരിച്ച് കിട്ടും. അതാണൊരു ബെസ്റ്റ് പാർട്ടെന്ന് എനിക്ക് പറയാനുള്ളത് ഈ ഒരു പ്രൊഡക്റ്റിനെ കുറിച്ചിട്ട് ഫസ്റ്റ് തന്നെ നിങ്ങളുടെ അടുത്ത് പറയുമ്പോൾ. ഇനി നമുക്ക് ഹൗ ടു യൂസ് എന്നുള്ള കാര്യങ്ങൾ നോക്കാം. ആപ്ലിക്കേഷൻ വൈസ് നോക്കുകയാണെങ്കിൽ ടേക്ക് എ ഫ്യൂ ഡ്രോപ്സ് ആൻഡ് ഈവൻലി ഡിസ്ട്രിബ്യൂട്ട് ഇറ്റ് ഓൺ ടു നമ്മുടെ ഹെയർ സ്ട്രാൻഡ്സിൽ നമ്മൾ ഈവനായിട്ട് അപ്ലൈ ചെയ്യുക. ഫ്രം റൂട്ട് ടു എൻഡ്, ഇത് റൂട്ടിൽ നിന്ന് എൻഡ് വരെ അപ്ലൈ ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. ജെൻറ്റലി മസാജ് ഫോർ ബെറ്റർ അബ്സോർപ്ഷൻ. അപ്പോൾ ജെൻറ്റലി മസാജ് ചെയ്യണം, എങ്കിൽ മാത്രമേ ഉള്ളൂ നമുക്ക് നല്ലൊരു അബ്സോർപ്ഷൻ കിട്ടുള്ളൂ. പിന്നെ എത്ര നേരം വെയിറ്റ് ചെയ്യാൻ നോക്കുകയാണെങ്കിൽ ഒരു 10 to 20 മിനിറ്റ് നമ്മൾ വെയിറ്റ് ചെയ്യുക കേട്ടോ. വീക്കിൽ നമ്മൾ ഒരു ഫ്യൂ ടൈംസൊക്കെ യൂസ് ചെയ്യാൻ വേണ്ടി നിങ്ങൾ ശ്രദ്ധിക്കുക. പിന്നെ എനിക്ക് സൗണ്ടിന് കുറച്ച് ബുദ്ധിമുട്ടുണ്ട് കേട്ടോ. അപ്പോൾ സൗണ്ട് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് കുറച്ചൊരു എന്താ പറയുക സാറ്റിസ്ഫൈഡ് അല്ലാത്ത പോലെ തോന്നും. അങ്ങനെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കുക കേട്ടോ. കുറച്ച് എന്താ പറയുക കഫിങ്ങൊക്കെ ആയിട്ട് സൗണ്ടൊക്കെ തൊണ്ടയൊക്കെ ആകെ അടഞ്ഞൊക്കെ ഇരിക്കുകയാണ്. അതുകൊണ്ടാണ് സൗണ്ടിന് ചെറിയൊരു പ്രോബ്ലം ഉണ്ട്. എക്സാക്ട്ലി പറയുകയാണെങ്കിൽ നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ഇൻസ്റ്റൻ്റായിട്ട് കുത്തി കുത്തി ചുമക്കുകയല്ല, അങ്ങനത്തെ ടൈപ്പ് ഓഫ് ചുമയാണ് കേട്ടോ എനിക്കുള്ളത്. അതുകൊണ്ട് നല്ലൊരു ബുദ്ധിമുട്ടുണ്ട് സംസാരിക്കുന്ന സമയത്ത്, വീഡിയോസൊക്കെ എടുക്കുന്ന സമയത്തൊക്കെ. അപ്പോൾ സൗണ്ടിൽ കുറച്ച് എന്താ പറയുക സൗണ്ട് കുറവാന്നൊക്കെ പരാതി വരാൻ ചാൻസ് ഉണ്ടെന്ന് എനിക്കറിയാം. അതുകൊണ്ടിട്ടാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് പറയുന്നത് സൗണ്ടിന് ചെറിയൊരു പ്രശ്നമുണ്ടെന്നുള്ള കാര്യം. അപ്പോൾ അതെല്ലാവരും എന്നോടൊന്ന് ക്ഷമിക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ ഹൗ ടു യൂസ് എന്നുള്ള കാര്യങ്ങൾ പറഞ്ഞു. ഇനി മെയിനായിട്ട് നമ്മളൊരു പ്രൊഡക്റ്റ് വാങ്ങുമ്പം കൺസേൺ ആവുന്നതാണ് കോഷൻ. പറഞ്ഞു ഹെയർ ഗ്രോത്ത് പ്രൊമോട്ട് ചെയ്യുന്ന ഒരു ഹെയർ ഓയിലാണ്. സോ അതുകൊണ്ട് തന്നെ കോഷനിൽ നമ്മൾ കൺസേൺ ആയിരിക്കേണ്ട കാര്യം അവോയ്ഡ് സ്കിൻ കോണ്ടാക്ട് ടു പ്രിവെൻറ്റ് അൺവാണ്ടഡ് ഹെയർ ഗ്രോത്ത് ഓൺ, അതായത് അൺവാണ്ടഡ് ആയിട്ടുള്ള ഹെയർ ഗ്രോത്ത് ഉള്ള അങ്ങനെ ഉള്ള പാർട്സിൽ ഒക്കെ മാക്സിമം നമ്മൾ കോണ്ടാക്ട്സിങ് ഒഴിവാക്കാൻ ശ്രമിക്കുക. ഇഫ് ഇറ്റ് കംസ് ഇൻ ടു കോണ്ടാക്ട്, അതായത് വിത്ത് യുവർ സ്കിൻ, സോ നമ്മൾ വാഷ് ചെയ്യുക, അതായത് ഇമ്മീഡിയറ്റ് ആയിട്ട് തന്നെ വാഷ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക കേട്ടോ. സ്റ്റോറേജിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ കീപ്പ് അവേ ഫ്രം ഡയറക്റ്റ് സൺലൈറ്റ്, അതായത് ഡയറക്റ്റ് സൺലൈറ്റ് എമിറ്റ് ചെയ്യുന്ന പ്ലേസിലൊന്നും വെക്കാണ്ട് നിങ്ങൾ കൂൾ ആൻഡ് ഡ്രൈ ആയിട്ടുള്ള ഏരിയയിൽ വെക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. അപ്പോൾ ഇത്രയാണ് കോഷൻ വൈസ് ആൻഡ് നമുക്ക് സേഫ്റ്റി വൈസ് ഒക്കെ നോക്കുകയാണെങ്കിൽ ഒരു പ്രൊഡക്റ്റ് എങ്ങനെയാണ് സൂക്ഷിക്കേണ്ടതെന്നുള്ള കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ ഈ ഒരു ഹെയർ ഓയിൽ യൂസ് ചെയ്തതിന് ശേഷം എൻ്റെ മുടി നന്നായിട്ട്, അതായത് എക്സാക്ട്ലി പറയുകയാണെങ്കിൽ മുമ്പത്തേനെക്കാട്ടിലും മച്ച് ബെറ്റർ എന്ന് എനിക്ക് പറയാൻ പറ്റും. ആ ഒരു സോഫ്റ്റ്നെസ് ആണെങ്കിലും ഷൈനിങ് ആണെങ്കിലും എല്ലാം എനിക്ക് കിട്ടിയിട്ടുണ്ട്. നിങ്ങൾക്ക് ഇവിടെ തന്നെ കാണാൻ പറ്റും. ജസ്റ്റ് ഞാനൊന്ന് കോംബ് ചെയ്യുമ്പോൾ തന്നെ എന്തുമാത്രം ഭയങ്കര കണ്ടില്ലേ, ഭയങ്കര ഷൈനി ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ നമ്മുടെ ഹെയറിൻ്റെ ഹെൽത്തിൻ്റെ കാര്യം നമ്മളെല്ലാവരും കൺസേൺ ആവുന്നതാണ്. അപ്പോൾ ഹെൽത്തിൻ്റെ കാര്യത്തിൽ നമുക്ക് നല്ലൊരു ഗ്യാരണ്ടി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഈ ഒരു ഹെയർ ഓയിൽ. അപ്പോൾ ശരിക്കും നമുക്ക് സിൽക്കി സ്മൂത്ത് ആൻഡ് ഷൈനി ആയിട്ടുള്ളൊരു ഹെയർ ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്.
അതിന് വേറൊന്നും കാരണമല്ല, അതായത് ഇതിൽ ഓൾമോസ്റ്റ് യൂസ് ചെയ്തിട്ടുള്ളത് നാച്ചുറൽ ആയിട്ടുള്ള ഹെർബ്സ് ആണ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. പിന്നെ കെമിക്കൽസ് ഒന്നും തന്നെ അടങ്ങിയിട്ടില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് വിശ്വസിച്ച് വാങ്ങിച്ച് യൂസ് ചെയ്യാൻ പറ്റിയ നല്ലൊരു ഹെയർ ഓയിലാണ്. എക്സാക്ട്ലി പറയുകയാണെങ്കിൽ എന്താ പറയുക, റിമെമ്പർ ഇഫ് യു ആർ ലുക്കിംഗ് ഫോർ എ നാച്ചുറൽ സൊല്യൂഷൻ, അങ്ങനെ നോക്കുന്ന ആൾക്കാർക്ക് ബെസ്റ്റ് ഓപ്ഷനായിട്ട് നമുക്ക് തിരഞ്ഞെടുക്കാൻ പറ്റുന്ന ഒരു ഹെയർ ഓയിൽ തന്നെയാണ് ഈ ഒരു സറൂഗിൻ്റെ ഹെയർ ഓയിൽ. പിന്നെ നമുക്കറിയാം മണി ബാക്ക് ഗ്യാരൻറ്റി ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ കെമിക്കൽസ് ഇൻക്ലൂഡ് അല്ല, അതോടൊപ്പം തന്നെ ഹെർബ്സ് ആണ്, 100% ഹെർബ്സ് ഇൻക്ലൂഡ് ആയിട്ടുള്ള ഒരു ഹെയർ ഓയിൽ എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് അതിൻ്റെ ആ ഒരു ബെനിഫിറ്റും കാര്യങ്ങളൊക്കെ നന്നായിട്ട് മനസ്സിലാവും. അതോടൊപ്പം തന്നെ 100% നാച്ചുറൽ ആണ്. പിന്നെ ഹെയർ ഫ്ലോയിൽ നന്നായിട്ട് പ്രിവെൻറ്റ് ചെയ്യും. അതോടൊപ്പം തന്നെ ഹെയർ ഗ്രോത്ത് ഒക്കെ പ്രൊമോട്ട് ചെയ്യാൻ സഹായിക്കും. അപ്പോൾ ഓവറോൾ നമ്മുടെ ഹെയറിന് വേണ്ട എല്ലാ കാര്യങ്ങളും നമുക്ക് ഈ ഒരു ഹെയർ ഓയിൽ യൂസ് ചെയ്താൽ തന്നെ കിട്ടുന്നതാണ്. അപ്പോൾ ഇതേപോലത്തെ ഒരു ബോട്ടിലാണ് വരുന്നത്. നമുക്ക് ഭയങ്കര ഈസിയാണ് കേട്ടോ, സ്ക്യൂസ് ഔട്ട് ചെയ്താൽ മതി ഈ ഒരു രീതിക്ക്. കണ്ടില്ലേ? അപ്പോൾ ടെക്സ്ചർ വൈസ് നോക്കുകയാണെങ്കിൽ ഒരു ലൈറ്റിഷ് ആയിട്ടുള്ള യെല്ലോ പോലെ, എക്സാക്ട്ലി പറയുകയാണെങ്കിൽ ഒരു കോക്കനട്ട് ഓയിലിൻ്റെ ആ ഒരു കളർ പോലെയാണ് നമുക്ക് തോന്നുന്നത്. സ്മെൽ വൈസ് ആണെങ്കിലും ശരിക്കും ഒരു കോക്കനട്ട് ഓയിലിൻ്റെ സ്മെല്ലാണ് കേട്ടോ എനിക്ക് സ്മെൽ വൈസ് നോക്കിയപ്പോൾ ഫീൽ ചെയ്തത്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിശ്വസിക്കുന്നു. നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് കാണുമായിരിക്കും. ബൈ, താങ്ക് യു ആൻഡ് പ്ലീസ് ടു സബ്സ്ക്രൈബ് മൈ ചാനൽ. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ചെയ്താൽ മതി, ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും. അതുപോലെ തന്നെ ഈ ഒരു പ്രൊഡക്റ്റിൻ്റെ ഹോൾ ഡീറ്റെയിൽ, അതായത് എല്ലാ ഡീറ്റെയിൽസും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്ന രീതിക്ക് കൊടുക്കുന്നതാണ് കേട്ടോ. അപ്പോൾ മറക്കാണ്ട് ഡിസ്ക്രിപ്ഷൻ എല്ലാവരും ചെക്ക് ചെയ്തോളൂ.